അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2950. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സമ്പന്നനായ ഒരു സ്വഹാബിയുടെ മരണത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ മരണസമയത്ത് ഒരു സ്വഹാബി താൻ സമ്പാദിച്ച സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയാണ്, ജാഅ മുആവിയത്തു ഇലാ അബി ഹാഷിം ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു തആല അൻഹു അബൂ ഹാഷിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. അബൂ ഹാഷിം എന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരനാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരനാണ്, അമ്മാവൻ. അവരുടെ അടുക്കൽ വന്നു. വഹുവ മരീദുൻ. അബൂ ഹാഷിം രോഗിയാണ് ആ സമയത്ത്. യഊദുഹു, അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വന്നു. ഫഖാല, എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ ഖാലു, ഓ അമ്മാവ, മാ യുബ്കീക, നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താണ്? നിങ്ങൾ എന്താ കരയുന്നത്? ആ വജഉൻ യുഷ്ഇസുക അം ഹിർസുൻ അല ദുനിയ, നിങ്ങളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വേദനയാണോ കരയാൻ കാരണം? ഈ രോഗം കാരണമുള്ള വേദനയാണോ കരയാൻ കാരണം? അതല്ല ദുന്യാവിൻ്റെ മേലുള്ള അത്യാഗ്രഹമാണോ? ഒരുപാട് സമ്പാദിച്ചു, ഇനിയും ഒരുപാട് ഉണ്ടാകണം എന്ന ആഗ്രഹവും സമ്പാദിച്ചൊക്കെ നഷ്ടപ്പെടുമെന്ന ചിന്ത, ഇതുകൊണ്ടാണോ കരഞ്ഞത് എന്ന് ചോദിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു. ഖാല, അദ്ദേഹം പറഞ്ഞു, കുല്ലുല്ല, ഇതൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ രണ്ട് കാരണവുമല്ല ഞാൻ കരഞ്ഞത്. എൻ്റെ രോഗം കാരണമല്ല, സമ്പത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടുമല്ല, മറിച്ച് വലാകിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹിദ ഇലയ്യ അഹ്ദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു ഉടമ്പടി ചെയ്തിരുന്നു, എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ലം ആഖുദ് ബി, ഞാനത് മുറുകെ പിടിച്ചില്ല. ഇതാണ് ഞാൻ കരയാൻ കാരണം. എന്തായിരുന്നു അത്? ഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നമാ യക്ഫീക മിൻ ജംഇൽ മാലി ഖാദിമുൻ വ മർകബുൻ ഫീ സബീലില്ലാഹ്, സമ്പത്ത് സമാഹരിക്കുമ്പോൾ നിനക്ക് ഒരു ഖാദിമും ഒരു മർക്കബ്, ഒരു വാഹനവും, അത് മതി, അതിനപ്പുറത്ത് വേണ്ട എന്ന് പറഞ്ഞു. സമ്പത്ത് സമാഹരിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വനീമത്ത് സമ്പത്ത് പിന്നീട് കിട്ടുമ്പോൾ അത് നിനക്ക് ഒരുപാട് കിട്ടുന്നൊരു സാഹചര്യം വരും. ആ ഘട്ടത്തിൽ നീ ഒരു ഖാദിമിനെയും ഒരു വാഹനം, ഇത് മാത്രം എടുത്താൽ മതി, കൂടുതൽ എടുക്കാൻ വേണ്ട. ചിലപ്പോൾ അർഹത ഉണ്ടാവാം, അർഹത ഉണ്ടാകുമ്പോഴും അതിനപ്പുറത്തേക്ക് വേണ്ട. ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ നിർദ്ദേശിക്കും. അത് അവരുടെ ഭാവി കൂടി കണ്ടിട്ടാണ്, അവരുടെ ചില നന്മകൾ കൂടി കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹലാലായത് തന്നെ എല്ലാം വേണമെന്നില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു, ഇത്രമാത്രം മതി എന്ന്. വ അജിദുനിൽ യൗമ ഖദ് ജമഅതു, എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ അന്ന് എനിക്ക് കിട്ടാവുന്നതെല്ലാം ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. അന്ന് ഹലാലായതൊക്കെ ഞാൻ സമ്പാദിച്ചു, ഞാൻ വാങ്ങിവെച്ചു, ഒരുപാട് എനിക്ക് സമ്പാദ്യമായി. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടം പോകുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞതല്ലേ ഇത് മാത്രം മതിയെന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വഫാത്താകുമ്പോൾ നമ്മൾ ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും വഫാത്താകുമ്പോൾ ചില ചിന്തകൾ നമ്മളെ വേട്ടയാടും, അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. ഇവിടെ ഹലാലായ മാർഗത്തിൽ കിട്ടിയ സമ്പാദ്യത്തെക്കുറിച്ചാണ് ഈ സ്വഹാബി വേവലാതിപ്പെടുന്നത്. എന്നാൽ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ കാര്യം. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതിനാണ് അദ്ദേഹം വേദനിപ്പിച്ചത്. എന്നാൽ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചാൽ അവൻ്റെ മരണസമയത്ത് ഈമാനുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് അവൻ വല്ലാതെ കരഞ്ഞു പോകും, വല്ലാതെ സങ്കടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ സമ്പാദിക്കാൻ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത്, ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ ആവശ്യമായത്, നമ്മുടെ വീടുണ്ടാക്കൽ, നമ്മുടെ വാഹനം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, അതിനൊരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരരുത്, അതിനൊരാളുടെ മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ടി വരരുത്. അതിനാവശ്യമായ സമ്പാദ്യം നമുക്ക് വേണം, അത് അഭിമാനമാണ്. അതിനുവേണ്ടി സമ്പാദിക്കുക. ഓവറായിട്ട് സമ്പാദിച്ച്
അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ സമ്പാദിക്കേണ്ടതില്ല. അള്ളാഹു താല നമ്മയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആവശ്യമായത് അള്ളാഹു ഹലാലായ മാർഗത്തിൽ തന്നെ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.